ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ ഓഫ് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു അനാറ്റമിക്കൽ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് അനാറ്റമി ഓഫ് സ്കിൻ. നമുക്ക് സ്കിന്നിനെ പറ്റി ബേസിക് ആയിട്ടുള്ള എല്ലാ നോളജും ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ അനാറ്റമിക്കൽ തിയറി നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ലെയർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ഓൺ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. ആസ് ആൻ ഇൻട്രൊഡക്ഷൻ, ദ ഹ്യൂമൻ സ്കിൻ ഇസ് എ ഔട്ടർ കവറിങ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് സ്കിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻസറി ഓർഗൻ കൂടിയാണ് സ്കിൻ. ഇറ്റ് ആക്ട്സ് എസ് എ ബാരിയർ, അതായത് നമ്മുടെ ശരീരത്ത് ഒരു ബാരിയർ ആക്ട് ചെയ്യും. അതായത് ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. നമ്മുടെ ശരീരത്ത് ഇങ്ങനെ ട്രോമയും പാത്തോജൻസും ഒന്നും കയറാണ്ടിരിക്കാനും വരാണ്ടിരിക്കാനും ആയിട്ടൊരു ബാരിയർ ഫംഗ്ഷനാണ് നമ്മുടെ സ്കിന്ന് മെയിനായിട്ടും വഹിക്കുന്നത്. സ്കിൻ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സർഫേസ് ഓഫ് ദ ബോഡി. സോ ഫസ്റ്റ് തന്നെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ വേറെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ജനറൽ സെൻസേഷൻ, അതായത് നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിന്നിൽ ടാക്ടൈൽ നെർവ് എൻഡിങ്സ് എന്ന് പറയുന്ന നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ നെർവ് എൻഡിങ്സ് വെച്ചിട്ടാണ് നമുക്ക് സെൻസേഷനൊക്കെ അറിയാൻ പറ്റും. നമ്മൾ തൊടുമ്പോഴും ചൂട് വരുമ്പോഴും തണുപ്പൊക്കെ നമ്മൾ അറിയാൻ പറ്റുന്നത് ഈ നെർവ് എൻഡിങ്സ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറും വാട്ടർ ലോസും ഒക്കെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും സ്കിന്നിനുണ്ട്. അതേപോലെ വേറെ 3 ഫംഗ്ഷനാണ് എക്സ്ക്രീറ്ററി, സെക്രീറ്ററി ആൻഡ് അബ്സോർബേറ്റീവ് പ്രോപ്പർട്ടീസ്. നമ്മുടെ സ്കിന്നിൽ നിന്ന് സ്വെറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, പിന്നെ സെബം, അതായത് ഒരു ഓയിലി സെക്രീഷൻസ് ഒക്കെ വരാറുണ്ട്. സോ അതാണ് എക്സ്ക്രീറ്ററി ആൻഡ് സെക്രീറ്ററി ഫംഗ്ഷൻസ്, നമ്മുടെ അകത്തുനിന്നുള്ളത് പുറത്തേക്ക് വരുന്നൊരു ഫംഗ്ഷൻ. അതേപോലെ തന്നെ അബ്സോർബേറ്റീവ്, അതായത് നമ്മുടെ ശരീരത്ത് നമ്മുടെ സ്കിന്നിൽ പുരട്ടുന്ന, പുറത്ത് എക്സ്റ്റേണലി പുരട്ടുന്നത് അകത്തേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമ്മുടെ സ്കിന്നിനുണ്ട്. സോ മെയിൻ ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് അതാണ്: എക്സ്ക്രീറ്ററി, സെക്രീറ്ററി ആൻഡ് അബ്സോർബേറ്റീവ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഇസ് ലെയേഴ്സ്. നമ്മുടെ സ്കിന്നിന് 3 ലെയേഴ്സ് ആണുള്ളത്: എപ്പിഡേർമിസ്, ഡേർമസ്, ഹൈപ്പോഡേർമിസ്. സോ നമ്മളിത് എളുപ്പമായിട്ട് ഓർക്കുകയാണെങ്കിൽ ഏറ്റവും നടുക്ക് ഡേർമസ്, ഏറ്റവും ചെറിയ വാർക്ക്. അതിൻ്റെ പൊക്കത്ത് എപ്പിയാക്കുക, താഴെ ഹൈപ്പോ ആക്കുക. സോ ഫസ്റ്റ് ലെയർ എപ്പിഡേർമിസ്, സെക്കൻഡ് ലെയർ ഡേർമസ്, തേർഡ് ലെയർ ഹൈപ്പോഡേർമിസ്. സോ റൈറ്റ് സൈഡിൽ നോക്കുക, ഫസ്റ്റ് ഏറ്റവും പൊക്കത്ത് എപ്പിഡേർമിസ്, നടുക്കുള്ള മിഡിൽ ലെയർ ആണ് ഡേർമിസ്, ഏറ്റവും താഴെ ഹൈപ്പോ ഡേർമസും ഉണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുക, അത് അത് അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ്. നമ്മുടെ എപ്പിഡേർമസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സ്ട്രാറ്റം കോണിയം, സ്ട്രാറ്റം ലൂസിഡം, സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം സ്പൈനോസം ആൻഡ് ബേസൽ ലെയർ. സോ ഇത് നമ്മൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂമോണിക് പറഞ്ഞുതരാം. നമ്മുടെ കോളേജിൻ്റെ ഷോർട്ട് ഫോം ആക്കുക CLG, കോളേജിലെ സീനിയർ ബോയ്സ്. അപ്പം SB, CLGSB, കോളേജിലെ സീനിയർ ബോയ്സ്. സോ C സ്റ്റാൻഡ്സ് ഫോർ കോർണിയം, L ലൂസിഡം, G ഗ്രാനുലോസം, S സ്പൈനോസം ആൻഡ് B ഫോർ ബേസൽ ലെയർ. സോ ഈ ഒരു ന്യൂമോണിക് എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ അടുത്ത് നമ്മൾ എപ്പിഡേർമിസിൻ്റെ 2 സോണാണ് പഠിക്കാൻ പോകുന്നത്. എപ്പിഡേർമിസ് യൂഷ്വലി കമ്പോസ് ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും ഇത് മേഡപ്പ് ആയിട്ടുണ്ടാവുക. നെക്സ്റ്റ് അതിൻ്റെ സോൺസ് ഒരു ഹോണി സോണും ഉണ്ടാകും, ഒരു ജെർമിനൽ സോണും ഉണ്ടാകും. ഹോണി സോണിൽ വരുന്നതാണ് ആദ്യത്തെ 3 നമ്മുടെ കോളേജ് CLG, കോർണിയം, ലൂസിഡം, ഗ്രാനുലോസം. ഇത് 3 ഹോണി സോണിൽ വരും. ജെർമിനൽ സോണിൽ സ്പൈനോസോം, ബേസാലായിരിക്കും വരിക. സ്പൈനോസം എന്ന് പറയുമ്പോൾ ആ പേര് സജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. പ്രിക്കിൾ സെൽസ്, അതായത് ഒരു കുത്തണ പോലത്തെ ഇച്ചിരി ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആയിരിക്കും അതിനുണ്ടാവുക. പിന്നെ ബേസാല എന്ന് പറയുമ്പോൾ ബേസൽ ലെയേഴ്സ് ആയിരിക്കും. സോ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, നമ്മൾ കണ്ട ഏറ്റവും പൊക്കത്ത് സ്ട്രാറ്റം കോണിയം, അതിൻ്റെ താഴെ ലൂസിഡം ആയിരിക്കും, പിന്നെ ഗ്രാനുലോസം വരുന്നു, പിന്നെ സ്പൈനോസം വരുന്നു, സ്ട്രാറ്റം ബേസാല പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂമോണിക്സ് ഓർത്ത് വെക്കുക. കോളേജ് സീനിയർ ബോയ്സ്, CLG സീനിയർ ബോയ്സ്. സോ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഈ ലെയേഴ്സിനെ കുറച്ചും കൂടെ ജസ്റ്റ് ഒരു സിംപ്ലിഫൈഡ് രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത് ഫ്ലാറ്റ് തിൻ സ്കെയിൽ ലൈക്ക് സെൽസ് വിച്ച് ആർ കോൺസ്റ്റൻ്റ്ലി ഷെഡ്. കണ്ടോ, ഏറ്റവും പൊക്കത്തെ ലെയർ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സെല്ലായിരിക്കും. ഇത് എപ്പോഴും ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെല്ലാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. ഇതെപ്പോഴും നമ്മൾ എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ആ സ്കിന്ന് കളയില്ല. സോ അങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഷെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്കിന്നായിരിക്കും സ്ട്രാറ്റം കോർണിയം. നെക്സ്റ്റ് ഇസ് സ്ട്രാറ്റം ലൂസിഡം. ഇൻഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്ലൈൻ, നോ ന്യൂക്ലിയസ്, ഇറ്റ് ഈസ് ഓൺലി പ്രസൻറ്റ് ഇൻ പാംസ് ആൻഡ് സോൾസ്. സോ ലൂസിഡത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. കണ്ടോ, സെക്കൻഡ് ലെയർ നോക്ക്, അതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് എവിടെയായിരിക്കും കാണുന്നത്? നമ്മുടെ പാംസിലും സോൾസിലും, നമ്മുടെ കൈപ്പത്തിയിലും നമ്മുടെ കാലിൻ്റെ അടിയിലും ആയിരിക്കും ഇത് കാണുന്നത്.
അടുത്തത് സ്ട്രാറ്റം ഗ്രാനുലോസം, എ ലെയർ ഓഫ് വെൽ ഡിഫൈൻഡ് സെൽസ് കണ്ടെയ്നിങ് ന്യൂക്ലിയർ ആസ് വെൽ ആസ് കെരാറ്റോഹൈലിൻ. ഇത് മൾട്ടി ലെയർഡ് ആയിരിക്കും. സോ ഗ്രാനുലോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? ലൂസിഡം. ലൂസിഡത്തിന് ന്യൂക്ലിയസും ഉണ്ടാവത്തില്ല, അത് പാംസിലും സോൾസിലായിരിക്കും കാണാം. പക്ഷേ ഗ്രാനുലോസം എന്ന് പറയുന്നത് അതിന് ന്യൂക്ലിയയും ഉണ്ടാകും, കെരാറ്റോഹൈലിനും ഉണ്ടാകും. അതേപോലെ തന്നെ അത് ഒരു ലെയർ വെച്ചല്ല, പക്ഷേ മൾട്ടിപ്പിൾ ലെയർ വെച്ചിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. Next is stratum spinosum, so named because multiple fibrils connect one cell with another. Individual cells have the appearance of having prickles. അതിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് പ്രിക്കിൾസ് പോലെ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് സ്ട്രാറ്റം ബേസാലെ. ഫ്രം ദിസ് ലെയർ ന്യൂ എപ്പിഡെർമൽ സെൽസ് ആർ പ്രൊഡ്യൂസ്. സോ ഈ ലെയറിൽ നിന്നായിരിക്കും പുതിയ എപ്പിഡെർമൽ സെൽസ് പ്രൊഡ്യൂസ് ആവുന്നത്. അതേപോലെ ഇത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബേസൽ ലെയർ കൂടിയാണ്. ഇതിലായിരിക്കും മെലാനോസൈറ്റ്സ് പ്രസൻ്റ് ആവുക. സോ ഏത് ലെയറിൽ, സ്കിന്നിൻ്റെ ഏത് ലെയറിലാണ് മെലാനോസൈറ്റ് പ്രസൻ്റ് ആയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ബേസൽ ലെയർ അല്ലെങ്കിൽ സ്ട്രേറ്റം ബേസാലയിലാണ് പ്രസൻറ്റ്. മെലാനോസൈറ്റ്സ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് കളർ വരുന്ന ഒരു പിഗ്മെൻ്റ് ആണ് മെലാനോസൈറ്റ്സ്. സോ ആ മെലാനോസൈറ്റ് എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? ബേസൽ ലെയറിൽ. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എപ്പിഡെർമിസ്. സോ എപ്പിഡെർമിസിന് ബ്ലഡ് വെസൽസ് ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻസിൻ്റെ ഡക്റ്റ് പാസ് ചെയ്തിരിക്കുന്നത് എപ്പിഡെർമിസിൽ കൂടെ ആയിരിക്കും. ഇറ്റ് അക്കോമഡേറ്റ്സ് ഹെയർ ലൈൻഡ് ബൈ എപ്പിഡെർമൽ സെൽസ്. എപ്പിഡെർമൽ സെൽസ് വെച്ച് ലൈൻ ചെയ്തിരിക്കുന്ന ഹെയർ നമ്മുടെ എപ്പിഡെർമിസ് അക്കോമഡേറ്റ് ചെയ്യും. അതേപോലെ അതിന് കുറേ ലൈൻസ് ആൻഡ് റിഡ്ജസ് അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആയിരിക്കും നമ്മുടെ എപ്പിഡെർമിസിന് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെലാനോസൈറ്റ്സ് നമ്മുടെ ബേസൽ ലെയറിൽ പ്രസൻ്റ് ആയിരിക്കും. ബേസൽ ലെയർ ഏത് ലെയറാണ്? എപ്പിഡെർമിസാണ്. സോ എപ്പിഡെർമൽ ലെയറിലായിരിക്കും നമ്മുടെ മെലാനോസൈറ്റ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ഡെർമിസ്. സോ നമ്മുടെ ഫസ്റ്റ് ലെയർ എപ്പിഡെർമിസ് കഴിഞ്ഞു, അതിൽ 5 ലെയറും കഴിഞ്ഞു. ഇനി ഡെർമിസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബേഴ്സും ഇലാസ്റ്റിക് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസും വെച്ചിട്ടാണ് ഡെർമിസ് മേഡപ്പ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ബ്ലഡ് വെസൽസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ എപ്പിഡെർമിസിൽ ബ്ലഡ് വെസൽസ് ഇല്ല, പക്ഷേ ഡെർമിസിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതേപോലെ തന്നെ ടാക്ടൈൽ ബോഡീസും ഉണ്ട്. ടാക്ടൈൽ ബോഡീസ് നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ സെൻസേഷൻസ് കിട്ടുന്നത് ടാക്ടൈൽ ബോഡീസിലൂടെ ആയിരിക്കും. കണ്ടോ, ദെയർ ആർ നെർവ് എൻഡിങ്സ് ഓഫ് സെൻസറി നെർവ്. സെൻസറി നെർവ്സിൻ്റെ നെർവ് എൻഡിങ്സിനാണ് ടാക്ടൈൽ ബോഡീസ് എന്ന് പറയുന്നത്. സോ കണ്ടോ, ഡെർമിസിന്ന് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് വരുന്നുണ്ട്, ലൈക്ക് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ നെർവ് എൻഡിങ്സും ഉണ്ട്, ബ്ലഡ് വെസൽസും ഉണ്ട്. അടുത്തത് നമ്മൾ ഹൈപ്പോഡെർമിസ്, ഏറ്റവും ലോവസ്റ്റ് ലെയർ ആണ്. നമ്മൾ ഫസ്റ്റ് എപ്പിഡെർമിസ് പഠിച്ചു, അതിന് നടുക്കുള്ള ഡെർമിസ് പഠിച്ചു. ഇനി ഏറ്റവും ലാസ്റ്റ് ഹൈപ്പോഡെർമിസ്. ദ ഹൈപ്പോഡെർമിസ് ഓൾസോ നോൺ ആസ് സബ്ക്യൂട്ടേനിയസ് ലെയർ ഓർ സൂപ്പർഫിഷ്യൽ ഫേഷ്യ. ഹൈപ്പോഡെർമിസിന് നമ്മൾ പറയുന്ന വേറൊരു ഇതാണ് സബ്ക്യൂട്ടേനിയസ് ലെയർ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ഫേഷ്യ എന്നുള്ളത്. ദിസ് ഈസ് ദ ഡീപ്പസ്റ്റ് ലെയർ ഓഫ് സ്കിൻ. നമ്മുടെ സ്കിന്നിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ലെയറാണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് മെയിൻലി കൺസിസ്റ്റിംഗ് ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഹൈപ്പോഡെർമിസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് അപ്പൻഡേജസ് ഓഫ് സ്കിൻ. നമ്മുടെ സ്കിന്നിൽ ലെയേഴ്സ് അല്ലാണ്ട് വേറെ എക്സ്ട്രാ അപ്പൻഡേജസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ സാധനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഹെയർ. സോ ഹെയർ ദേ ആർ മോഡിഫൈഡ് എപ്പിഡെർമൽ സെൽസ്. മോഡിഫൈഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് ആണ് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. അറ്റ് ദി ബോട്ടം പാപ്പിലെ, ഈ ഹെയറിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ പാപ്പിലേ പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോം ചെയ്യുമ്പോൾ ഹെയറിൻ്റെ ഏറ്റവും ലോവർ ആയിട്ടുള്ള എക്സ്ട്രിമിറ്റിയിൽ അതൊരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഡെർമയിൽ ഹെയർ ഫോളിക്കിൾ ഫോം ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുക. സോ അത് നമ്മുടെ സ്കിന്നിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഇറ്റ് ഹാസ് ഇൻവോളണ്ടറി മസിൽസ്. നമ്മുടെ ഹെയറിൽ ഇൻവോളണ്ടറി മസിൽസ് ആയ എറക്ടൈൽ പൈലി മസിൽസ് പ്രസൻ്റ് ആണ്. അതായത് നമുക്ക് ഈ രോമാഞ്ചമൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ രോമം എണീറ്റ് നിൽക്കും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. സോ ആ എണീറ്റ് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസിനെയാണ് ഇറക്ടൈൽ പൈലി മസിൽസ് എന്ന് പറയുന്നത്. സോ അടുത്ത അപ്പൻഡേജ് എന്ന് പറയുന്നത് നെയിലാണ്. നെയിലിൽ ദേ ആർ മോഡിഫൈഡ് എപ്പിഡെർമൽ സെൽസ് ലൈസ് ഓൺ നെയിൽ ബെഡ്. നെയിൽ ബെഡിലായിരിക്കും നമ്മുടെ നെയിൽ പ്രസൻ്റ് ആവുക. അതേപോലെ തന്നെ ദേ ആർ അറേഞ്ച്ഡ് ഇൻ റിഡ്ജസ് ഇൻസ്റ്റെഡ് ഓഫ് പാപ്പിലെ. സോ ഒരു റിഡ്ജ് രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഇൻസ്റ്റെഡ് ഓഫ് പാപ്പിലി ഫോമിൽ. നമ്മുടെ നെയിലിൻ്റെ ഏറ്റവും സർഫേസിലായിട്ട് നെയിൽ പ്ലേറ്റ് പ്രസൻ്റ് ആണ്. നെയിലിൻ്റെ പ്രോക്സിമൽ പാർട്ട് ഒരു ഗ്രൂവിലായിരിക്കും ഇറങ്ങി നിൽക്കണ്ടാവുക. ആ ഗ്രൂവിൽ നിന്നായിരിക്കും നെയിൽ റൂട്ട് ഫോം ചെയ്യുന്നത്. സോ ആ ഒരു വൈറ്റ് പോർഷൻ, നമ്മുടെ ആ ഒരു വൈറ്റ് പോർഷനെയാണ് നമ്മൾ ലാനുല എന്നും പറയുന്നത്. അടുത്ത അപ്പൻഡേജ് എന്ന് പറയുന്നതാണ് സെബേഷ്യസ് ഗ്ലാൻഡ്.
Sebaceous gland associated with hair follicle, there is an appendage called sebaceous gland which produces fatty secretions called sebum. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഓയിലി സെക്രീഷൻസ് വരുമെന്ന് നമ്മൾ പറയുന്നില്ലേ, സോ ആ ഓയിലി സെക്രീഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് സെബം. ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാണ്? സെബേഷ്യസ് ഗ്ലാൻഡാണ്, വിച്ച് കീപ്സ് ദ സ്കിൻ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഓൾസോ ഗ്ലോസി. നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടും മോയ്സ്ചറായിട്ടും അതേപോലെ ഇച്ചിരി ഗ്ലോസി ആയിട്ട് വെക്കുന്നത് ഈ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബമാണ്. ഫൈനലി നമ്മുടെ ഫങ്ഷൻസ് ഓഫ് സ്കിൻ, നമ്മൾ ഇത്രയും നേരം ഓൾറെഡി കുറേ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞു, അതേപോലെ നമ്മൾ എക്സ്ട്രാ പറയുകയാണ്. ഫസ്റ്റ് തന്നെ ഹീറ്റ് റെഗുലേഷൻ, നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു കഴിവ് നമ്മുടെ സ്കിന്നിനുണ്ട്. അതേപോലെ തന്നെ ജനറൽ സെൻസേഷൻ, തൊടുമ്പോൾ നമുക്കതറിയാൻ പറ്റും. കോൾഡ്, ഹോട്ട്, ഇത് വേർതിരിഞ്ഞ് അറിയാനുള്ള കഴിവൊക്കെ നമുക്ക് സ്കിന്നിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. സ്റ്റോറേജ് ഓഫ് വാട്ടർ ആൻഡ് ഫാറ്റ് ഡെപ്പോസിറ്റ്, നമ്മൾ ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു ഹൈപ്പോഡെർമിസിലാണ്, വിച്ച് ഈസ് എ ലെയർ ഓഫ് സ്കിൻ. സോ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടീസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫെൻസ് മെക്കാനിസംസ്, അതായത് എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ വന്നാൽ സ്കിന്നൊരു ബാരിയറായിട്ട് ഫസ്റ്റ് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഒരു കെമിക്കൽസ് ആണെങ്കിലും നമ്മുടെ അബ്സോർബേറ്റീവ് പ്രോപ്പർട്ടി പോലെ തന്നെ ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. അത് അബ്സോർബ് ആവാണ്ട് വെക്കാനുള്ളൊരു ഡിഫെൻസീവ് മെക്കാനിസവും നമ്മുടെ സ്കിന്നിനുണ്ട്. ആൻഡ് ഫോർമേഷൻ ഓഫ് വിറ്റമിൻ ഡി, സൺലൈറ്റ് ഒക്കെ വരുമ്പം ആ വിറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാനുള്ള, സോ അബ്സോർബേറ്റീവ് പ്രോപ്പർട്ടി. വേറെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 3 പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് സെക്രീറ്ററി ആൻഡ് അബ്സോർബേറ്റീവ് പ്രോപ്പർട്ടിയും ഉണ്ട്. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്കിൻ. സോ ഇതാണ് നമ്മുടെ ക്ലാസ്. ഭയങ്കര എളുപ്പമാണ്, നമ്മൾ ആ ലെയർ വെച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ദ ക്ലാസ് വാസ് ക്ലിയർ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, സോ ദാറ്റ് വി ക്യാൻ ക്ലിയർ ഓൾ ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.